ഹലോ, നമുക്കിന്ന് ചിക്കൻ പിസ്സ ഉണ്ടാക്കിയല്ലോ. അപ്പോൾ പിസ്സ ഉണ്ടാക്കാൻ വേണ്ടി എൻ്റെ കൂടെ ഇന്ന് എൻ്റെ ഇൻഗ്രീവ്സാണുള്ളത്. അപ്പോൾ അവളാണ് എന്നെ ഇപ്പോൾ ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ എന്താ ഒരു ബൗൾ എടുത്ത് ഇനി നമുക്ക് അതിനകത്തോട്ട് ചെറിയ ചൂടുള്ള വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നമ്മളൊരു 1/2 കപ്പോളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിനകത്തോട്ട് 1 സ്പൂൺ ഈസ്റ്റ്, 1 സ്പൂൺ പഞ്ചസാര, 1/2 സ്പൂൺ ഉപ്പ്. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ആക്കണം. ഇതുപോലെ മിക്സ് ആക്കിയിട്ട് നമുക്കൊരു 15 മിനിറ്റ് ഇതൊന്ന് മൂടി വെക്കാം. അതിനുശേഷം നമുക്ക് ഇതിനകത്തോട്ട് മൈദ ഇട്ട് നമുക്ക്, അതായത് നമ്മൾ മൈദ നോക്കി ഇട്ടിട്ട് കുറച്ച് ഇട്ടിട്ട് കുഴച്ചെടുത്താൽ മതി. അങ്ങനെ നമ്മൾ കുറച്ച് വീതം വെച്ച് മൈദ ഇട്ട് കുഴച്ചെടുത്ത് കണ്ടില്ലേ, കുഴച്ച് നമ്മൾ മാറ്റി വെച്ചു. അതിന് മുമ്പ് നമ്മൾ ഒരു 2 സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ചിട്ടുണ്ട്. അണ്ടി നമുക്ക് മൂടി വെക്കാം. ഞാനിവിടെ ഒരു മണിക്കൂർ വെച്ചു. ഇതാ 1 മണിക്കൂറൊക്കെ ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതെടുത്ത് ഒന്ന് കുഴച്ച് മാറ്റി വെക്കാം. ഒരു കഷ്ണം ഇഞ്ചിയും വെളുത്തുള്ളിയും സവാളയും തക്കാളിയും, ഇതെല്ലാം പിസ്സ സോസിനായിട്ടുള്ള സാധനങ്ങളാണ്. ഒരു ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തോട്ട് തക്കാളിയും സവോളയും ഇഞ്ചിയും വെളുത്തുള്ളിയും, ഇതിനകത്ത് നമ്മൾ തക്കാളി ഒരു മീഡിയം തക്കാളി, ഒരു കുഞ്ഞു തക്കാളി, പിന്നെ 2 സവോളയാണ് എടുത്തേക്കുന്നത്. ഇനി നമുക്കിതിനകത്തോട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്ത് ഇത് നമുക്ക് മൂടി വെക്കാം. ഒരു 10 മിനിറ്റോളം ഇരുന്നിട്ട് വെന്തോട്ടെ. ഉപ്പ്, കോൺഫ്ലവർ, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാല, ചിക്കൻ. നമുക്കിതെല്ലാം ചിക്കനകത്തോട്ടിടാം. നമുക്ക് ചിക്കൻ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ പിന്നെ ഇതിനകത്തോട്ട് ഒരു സ്പൂണോളം തൈര് നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് വെള്ളം കൂടി ചേർത്ത് നന്നായിട്ട് ഇത് പുരട്ടി മാറ്റി വെക്കാം. ഇനി നമ്മൾ നേരത്തെ തക്കാളിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അത് നമ്മൾക്ക് മിക്സിയുടെ ജാറിനകത്തോട്ടിട്ട് അരച്ചതാ ഇതുപോലെ പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചട്ടി വെച്ചു. നമ്മൾ ഇനി ഇതിനകത്തോട്ട് സൺഫ്ലവർ ഓയിലാണ് ഒഴിക്കുന്നത്. ഒരിക്കലും വെളിച്ചെണ്ണ ഒഴിക്കരുത് കേട്ടോ. സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് എന്നിട്ട് നമ്മൾ നേരത്തെ അരച്ച് വെച്ച ഒരു അരപ്പിൽ ഈ എണ്ണ ചൂടായി വരുമ്പോൾ ആ അരപ്പും കൂടെ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് കുറച്ച് വെള്ളം കൂടി നമുക്ക് ഊറ്റി കൊടുക്കാം. ഇത് നമുക്ക് നന്നായിട്ട് ഇനി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇത് നമ്മൾ ഇതിനകത്തോട്ട് ഒരു സ്പൂൺ മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇവിടെ നമ്മൾ കാശ്മീരി മുളക് പൊടിയാണ് എടുക്കുന്നത്. നമ്മുടെ ബാക്കി എരിവ് നോക്കിയിട്ട് മുളക് പൊടി ഇടണം. നമ്മളിവിടെ കാശ്മീരി മുളക് പൊടി ആയതുകൊണ്ട് 1 സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് ഇനിയിപ്പോൾ നന്നായിട്ട് തിളച്ച് വരട്ടെ. പിന്നെ നമ്മൾ ഇതിനകത്തോട്ട് അത് തിളച്ചെന്ന് വരുമ്പോഴത്തേക്ക് അതിനകത്തോട്ട് നമ്മൾ സോയാ സോസും ചില്ലി സോസും കൂടെ മിക്സ് ചെയ്താണ് ഇട്ട് കൊടുക്കുന്നത്. 1 സ്പൂൺ സോയാ സോസും 1 സ്പൂൺ ചില്ലി സോസുമാണ് എടുത്തേക്കുന്നത്. അതിന് നമുക്ക് ഇതിനകത്തോട്ട് 2 സ്പൂൺ പഞ്ചസാരയും ഒരു 1/2 സ്പൂൺ ഉപ്പുമാണ് ഇട്ട് കൊടുക്കുന്നത്. നന്നായിട്ട് ഒന്ന് വറ്റി വരുമ്പോഴത്തേക്ക് നമുക്ക് ഇതിനകത്തോട്ട് ഓറിഗാനോയും കൂടി ഇട്ട് നമുക്ക് ഇത് വാങ്ങി വെക്കാം. അപ്പോൾ ഇത്രേ ഉള്ളൂ, പിസ്സ സോസ് റെഡി ആയിട്ടുണ്ട്. ഇത് നന്നായിട്ട് വറ്റി വരണം. അത് നമ്മളൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. നല്ല കുറുകിയിരിക്കണം. കണ്ടില്ലേ, ഇതുപോലെ. അപ്പോൾ നമ്മുടെ ചിക്കൻ വറുത്തത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നേരത്തെ മാവൊക്കെ ഇവിടെ സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇച്ചിരി നന്നായിട്ട് സോഫ്റ്റായി പോയിട്ടുണ്ട്. അതായത് 2 എണ്ണമായിട്ട് നമ്മൾ പാട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തോട്ട് ക്യാപ്സിക്കവും സവോളയും ചീസും പിന്നെ നമ്മുടെ സോസും ഇത്രയും മതി.
ഇത് നമ്മൾ എയർ ഫ്രയറിൻ്റെ ആ ഒരു തട്ട് എടുത്തിട്ട് നമ്മൾ ഇതിനകത്തോട്ട് ഈ എയർ ഫ്രയറിനകത്തോട്ട് ഈ മാവ് ആ ഒരു ബേസില്ലേ അതിനകത്തോട്ട് ഇങ്ങനെ തേച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഒരു കത്തി കൊണ്ട് കുത്തി കൊടുക്കാം. ഫോർക്കാണെങ്കിലും മതി. നമുക്ക് പെട്ടെന്ന് കത്തിയാണ് കയ്യിൽ കിട്ടിയേക്കുന്നത്. അപ്പോൾ നമ്മൾ കത്തി കൊണ്ട് കുത്തി കൊടുത്തിട്ടുണ്ട്. ഇനി വളരെ സിമ്പിളായിട്ടുള്ള മെത്തേഡുകളാണല്ലോ. നമ്മളിതാ പിസ്സ സോസ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ മണ്ടയിലോട്ട് നമുക്ക് ഓരോരോ സബോളകൾ വീതം വെച്ച് ഇട്ട് കൊടുക്കാം. പിന്നെതാ ക്യാപ്സിക്കം വെച്ച് കൊടുത്തു. പിന്നെ നമ്മുടെ ലാസ്റ്റ് ചിക്കൻ ഫ്രൈയും കൂടെ വെച്ച് കൊടുത്തു. ലാസ്റ്റിലാട്ടോ ചിക്കൻ ഫ്രൈ വെച്ച് കൊടുത്തു. പിന്നെ നമ്മൾ ഇതിനകത്ത് നമുക്ക് ചീസ് വാരിക്കോരി തന്നെ ചീസിടാം. കണ്ടില്ലേ, നല്ല രസമല്ലേ. ഇനിയാണ് ഞങ്ങൾക്ക് അമളി പറ്റുന്നത്, പറഞ്ഞുതരാം. എയർ ഫ്രൈയിൽ നമ്മൾ ഇതൊക്കെ കറക്റ്റ് ആയിട്ട് നമ്മൾ പിസ്സ മോഡിൽ 180 ഡിഗ്രിയിൽ 8 മിനിറ്റ് ഞങ്ങൾ വെച്ചു. എന്താ 8 മിനിറ്റ് തുറന്നപ്പം പിസ്സ ഇങ്ങനെയാണ് ഇരുന്നത്. എന്താ ചീസിൻ്റെ കളറൊന്നും മാറിപ്പോൾ എന്താ പറ്റിയെന്നറിയില്ല. പക്ഷേ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.